ഫിഫ വേൾഡ് കപ്പ് 2026 അങ്ങനെ സ്പെയിൻ തൂക്കിയിരിക്കുകയാണ്. അർജന്റീനയെ 1-0 എന്ന സ്കോറിന് മലത്തി അടിച്ചുകൊണ്ട് സ്പെയിൻ അങ്ങനെ തങ്ങളുടെ രണ്ടാമത്തെ ലോക കിരീടം നേടിയിരിക്കുന്നു. 2010 ശേഷം നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം 2026 അവർ ആ വേൾഡ് കപ്പ് രണ്ടാമതും മുത്തമിട്ടിരിക്കുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിൽ ഫെറാൻ ടോറസ് നേടിയ ഒറ്റ ഗോളിനാണ് സ്പെയിൻ അർജന്റീനയെ മുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ സ്പെയിൻ, വെരി വെൽ ഡിസേർവ്ഡ് വിക്ടറി. ഈ ടൂർണമെന്റിൽ ഉടനീളം ആദ്യത്തെ കളി മുതൽ ഫൈനൽ വരെ ജസ്റ്റ് ഒരു ഗോൾ മാത്രം വഴങ്ങിയിട്ടാണ് സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഡിസേർവിംഗ് ചാമ്പ്യൻസ് എന്ന് വിളിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ, അതിൽ പോരാളികളെ പോലെയുള്ള ഡിഫൻസീവ് പ്ലെയേഴ്സ്, പിന്നെ നടുക്ക് റോഡ്രി കളി നിയന്ത്രിക്കുന്ന, കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ഒരു അസാധ്യ പ്ലെയർ. ഇവരുടെ കരുത്തിലും പിന്നെ ഫോർവേഡ് പ്ലെയേഴ്സ് നിരന്തരം ഗോൾ സ്കോർ ചെയ്തിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഫോർവേഡ് പ്ലെയേഴ്സ്, അങ്ങനെ ഒരു ഫുൾ ബാലൻസ്ഡ് ടീം തന്നെയായിരുന്നു സ്പെയിൻ. അവർക്ക് 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയാണ് ഈ മത്സരത്തിൽ അവർ നേടിയത്. ഈ കളിയെക്കുറിച്ചിട്ട് പറയാനായിട്ടാണെങ്കിലും അർജന്റീന ഒരു ഐഡിയ ഇല്ലാതെയാണ് ഈ ഗെയിമിലേക്ക് വന്നതെന്ന് തോന്നുന്നു. കാരണം ലിയോണൽ സ്കലോണി എന്താണ് ഉദ്ദേശിച്ചത്, ഈ ടീമിനെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ കളിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സ്പെയിൻ നമുക്കറിയാം വളരെയധികം പൊസഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവർ കളി നിയന്ത്രിക്കും. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അർജന്റീനൻ ടീം ചെയ്യേണ്ടിയിരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാക്ടിക്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഫൈനൽ കളിക്കുന്ന ഒരു വീറും വാശിയും ഒന്നും ഇല്ലാതെ ഉള്ള ഒരു കളിയായിരുന്നു അർജന്റീന. ആൻഡ് ദേ പ്ലേഡ് ഇറ്റ് ലൈക്ക് അവർക്ക് വേണ്ട, ഈ ലോകകപ്പ് അവർക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്തയോട് കൂടി കളിച്ചതുപോലെയാണ് തോന്നിയത്. സോ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഫൈനൽ ഗെയിം അതിനകത്ത് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ലാത്ത മൂന്ന് ടീമേ ഉള്ളൂ. ദാറ്റ് വാസ് 1990-ലും പിന്നെ 2014, പിന്നെ ഈ 2026. ഈ 3 പ്രാവശ്യവും നോ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്ന ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ അത് അർജന്റീന തന്നെയാണ്. സോ ഇത് തന്നെയാണ് ആ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ മുഴുവനും സ്പെയിൻ. ഷോട്ട് ഓൺ ഗോൾ 20, അതിനകത്ത് ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12. ഇപ്പുറത്ത് അർജന്റീന 0-0. ഒന്നിലും എന്താ പറയുക, ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ഞാനൊരു അർജന്റീന ഫാൻ തന്നെയാണ്, പക്ഷേ ടോട്ടലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു തോൽവി തന്നെയാണ് അർജന്റീനയ്ക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലണ്ട് കഴിഞ്ഞ കളി ജയിക്കേണ്ടതായിരുന്നു. അവർ ആ നെഗറ്റീവ് ടാക്ടിക്സ് സ്വീകരിച്ചതുകൊണ്ടാണ് അർജന്റീന ആ കളി ജയിച്ച് ഫൈനലിലേക്ക് എത്തിയത്. സോ ഇംഗ്ലണ്ട് ജയിച്ചിരുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫൈനൽ കാണാനായിട്ടൊരു പറ്റുമായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ഉള്ള ഒരു ഫൈനൽ തന്നെയാണ് നമ്മൾ കണ്ടത്. എനിക്ക് മനസ്സിലാത്ത കാര്യം തന്നെയാണ്, വൈ നോട്ട് ദാറ്റ് എഫേർട്ട്. പ്ലെയേഴ്സ് ഒന്നും ആർക്കും ഈ കളി വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നില്ല. സോ മെസ്സിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മെസ്സി ഇത് അവസാനത്തെ വേൾഡ് കപ്പ് ഗെയിമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലൊരു ഇത് കാണത്തില്ല, എനിക്ക് ഈ ഒരു വേദി വിട്ട് ഇറങ്ങുന്നത് പറഞ്ഞാൽ എൻ്റെ 100% അറ്റംപ്റ്റ് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ പോരാടും. അത് തോറ്റു പോയെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ കളിക്കാതെ പൊരുതാതെ തോറ്റു എന്ന് പറയുന്നതിലാണ് സങ്കടം. സോ മെസ്സിയൊക്കെ ആണെങ്കിലും ആ ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടില്ല. ഈ ഏറ്റവും അവസാനം അവർ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷമാണ് ഇവർ തിരിച്ചടിക്കാനായിട്ടുള്ള ശ്രമം. അവസാനത്തെ 10 മിനിറ്റിലാണ് ശ്രമം. ഇതിനു മുമ്പുള്ള കളികളെല്ലാം അത് കണക്കായിരുന്നു. അവര് എതിർ ടീം ഗോൾ അടിക്കും, പിന്നെ ബാക്കിൽ നിന്ന് വന്നിട്ട് കളി ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ അതും ഫൈനലിൽ നടക്കും എന്നുള്ളൊരു ചിന്തയോട് കൂടി കളിച്ചു. സോ നെഗറ്റീവ് ഫുട്ബോൾ, ഒരു വേൾഡ് കപ്പ് ഫൈനലിന് ചേരാത്ത തരത്തിലുള്ള ഫുട്ബോളാണ് ഇവിടെ കണ്ടത്. പിന്നെ ഈ ഗെയിമിൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർഡ്സ്, ഫൗൾസ്, ഇതൊക്കെ തന്നെ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ഗെയിമിൻ്റെ ഒരു രീതിയാണ്. ഇത് കണക്ക് ഫൗള് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെയൊക്കെ അനാവശ്യമായിട്ട് ചവിട്ടി വീഴ്ത്തുക, ഇടിച്ച് വീഴ്ത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് മറ്റ് എന്താ പറയുക, ഇപ്പോൾ കോണ്ടിനെൻസിലൊന്നും ഇങ്ങനെ കാണത്തില്ല. ആഫ്രിക്കൻ ഒക്കെ ആണെങ്കിലും അവർ അത്യാവശ്യം നല്ല കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്. ആൻഡ് യൂറോപ്പിലാണെങ്കിലും അവർ അത് തന്നെയാണ്. പക്ഷേ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, പ്രത്യേകിച്ച് ഈ കൊളംബിയ, പാരാഗ്വേ, പിന്നെ അർജന്റീന, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫൗൾ ക്രിയേറ്റ് ചെയ്യുക, അനാവശ്യമായിട്ട് ഇടിക്കുക, അങ്ങനത്തെ ഉള്ള ഒരു കളി, ഭയങ്കര ഫൗൾ ഗെയിം. ഞാൻ ബ്രസീലിനെ പോലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളി കണ്ടിട്ടില്ല. അവരും അത്യാവശ്യം എന്താ പറയുക കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ചെയ്തത്. പക്ഷേ നെഗറ്റീവ് അർജന്റീനൻ പ്ലെയേഴ്സ്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു റെഡ് കാർഡ് വരുന്നത്. എൻസോ ഫെർണാണ്ടസ് ഫസ്റ്റ് ഒരു ഫൗൾ കിട്ടി, താഴെ വീഴുന്നു, അവിടെ ഇരുന്നിട്ട് ഡിസെൻറ്റ് റെഫറി എടുത്ത് ചൂടായിട്ട് കാണിക്കുന്നത് കാർഡ് കൊടുക്കാത്തതിന്. അപ്പോൾ തിരിച്ച് കാർഡ് കിട്ടുന്നു. പിന്നെ അതിനുശേഷം പാക്കു ബാർസീനെ 1-on-1 ചവിട്ടി വീഴ്ത്തുന്നതിൻ്റെ ആ ഒരു യെല്ലോ കാർഡ്. ആൻഡ് അങ്ങനെ പോകുന്നു. സോ പിന്നെ കാണുന്ന പറഞ്ഞാൽ ലിയാൻഡ്രോ പെരാഡസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഗുണ്ട കളിക്ക് ഇറങ്ങി എന്നുള്ള രീതിയിലാണ്. സോ ലൈക്ക് ഈ കളിയുടെ ഒരു മാന്യതയെ തന്നെ നശിപ്പിക്കുന്ന കൈൻഡ് ഓഫ് പ്ലെയർ. ഐ വുഡ് സേ
ലിയാൻഡ്രോ പെറാഡസിന് ഒരു ലൈഫ് ടൈം ബാൻ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ ടീമിൽ നിന്ന് ഒരു 10 കളി അല്ലെങ്കിൽ 15 കളി നാഷണൽ ടീമിൽ നിന്ന് കളിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ബാൻ ഫിഫ കൊടുക്കേണ്ടതാണ്. കളി കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ ലൂയി ഗാർസിയനെ ഇടിച്ചിടുന്നു, പിന്നെ അതിനുശേഷം ഗാബീനെ മുഖത്തടിക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതാണ് നമ്മൾ കണ്ടത്. സോ ലൈക്ക് എ വെരി ഹുളിഗൻ കൈൻഡ് ഓഫ് അപ്രോച്ച്. ഇതൊന്നും ഫുട്ബോളിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. സോ ഡെഫിനറ്റ്ലി പാരാഡൈസിനൊക്കെ പുറത്താക്കുക, അല്ലെങ്കിൽ ഒരു ലോങ് ബാൻ തന്നെ കൊടുക്കണം, 2 വർഷം ബാൻ, 3 വർഷം ബാൻ എന്നൊക്കെ പോലെ അങ്ങ് കൊടുക്കേണ്ട ഒരു ഇതാണ് ഫിഫ ചെയ്യേണ്ടത്. സോ ഇത് തന്നെയാണ് ഈ കളിയുടെ ഇടയ്ക്ക് തന്നെ എന്തോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഫൗള് വരുന്നു, പിന്നെ അതിനുശേഷം യെല്ലോ കാർഡിൽ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു 4-5 ഫൗൾ. ഇത് ഓൾറെഡി പ്ലെയറിന് അറിയാം, ഞാൻ ഈ ഒരു ഫൗളും കൂടെ വരുത്തി കഴിഞ്ഞിരുന്നാൽ അടുത്ത യെല്ലോ കിട്ടും, റെഡ് കാർഡ് വെട്ടി ഞാൻ പുറത്തു പോകും, അത് ടീമിനെ ബാധിക്കും എന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സോ വാട്ട് ഇസ് എ കൈൻഡ് ഓഫ് മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എൻസോ ഫെർണാണ്ടസ് ആ റെഡ് കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് നിലവിളിക്കുന്നത് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ലൈക്ക് ദ ഹോൾ വേൾഡ് ഇസ് വാച്ചിങ്. ഇത്രയും ഇത് കാണിച്ചിട്ട് കൂട്ടിയിട്ട് എന്തോ ഇത് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഗെയിം ഇസ് ദിസ്? എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സ്പെയിൻ എന്നുള്ള ടീമിന്റെ കൂടെ നേർക്ക് നേർ നിന്ന് പൊരുതാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇടിച്ച് വീഴ്ത്തുക, ചവിട്ടി വീഴ്ത്തുക, ഇതാണോ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ഗെയിം? ഞാൻ എന്താ പറയുക, ഇവർ ഫൈനലിൽ വന്നതിനെ ഓർത്ത് ഞാൻ ലൈക്ക് എനിക്കത് ഇതാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇംഗ്ലണ്ട് വന്നിരുന്നെങ്കിൽ നല്ലൊരു ഫൈനൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ബട്ട് ഹിയർ അത് നടന്നില്ല. സോ എനിവേസ് ഡിസേർവിംഗ് ചാമ്പ്യൻസ് സ്പെയിൻ ഈ ഒരു ടൂർണമെന്റിൽ ആദ്യം മുതൽ ഇന്നേ വരയ്ക്ക് ഒരു ഗോൾ മാത്രം വഴങ്ങിയിട്ട് അവർ കളി കൺട്രോൾ ചെയ്തിട്ട് ആൻഡ് ആ ഒരു വിജയം, ആ ഒരു പ്രോപ്പർ വിജയം തന്നെ നേടി. പിന്നെ എടുത്ത് പറയേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ റോഡ്രി, ദ മാസ്റ്റർ ടാക്ടീഷ്യൻ, ദ മിഡ്ഫീൽഡ് ജനറൽ. കറക്റ്റായിട്ട് കളി നിയന്ത്രിക്കുന്നു, ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്ന ഒരു മാസ്റ്റർ ടാക്ടീഷ്യനാണ്. അപ്പോൾ ഇതേപോലത്തെ ഉള്ള ഒരു പ്ലെയർ ഒന്നും ഇല്ലാതെ പോയതാണ് അർജന്റീനയ്ക്ക് പറ്റിയിട്ടുള്ള കാര്യം. ഈ കളിയിൽ അർജന്റീന തന്നെ ഒന്ന് കീപ്പ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറാണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അധികം ലൈക്ക് വലിയ ചാൻസസ് ഒന്നും അല്ല, പല ചാൻസസും ഇവർ അടിച്ചിരുന്നത് നേരെ ഗോൾ കീപ്പറിൻ്റെതാണ്. സോ നോർമൽ സേവ്സ് തന്നെയാണ് നടത്തിയത്. ലെമിൻ യമാലിൻ്റെ ആ ഒരു ഫ്രീ കിക്കിലാണ് ഒരു കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ടുള്ളൊരു വലിയൊരു സേവ് നടത്തുന്നത്. അതുവരേക്കും എമിലിയാനോ മാർട്ടിനസ് ആണ് ടീമിനെ കൊണ്ടുപോയത്. ഇപ്പോൾ ഈ കളിയിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. അർജന്റീനൻ ടീമിനെ വരിഞ്ഞ് മുറുക്കി വെച്ചിട്ടാണ് കളി കൊണ്ടുവന്നത്. കറക്റ്റ് ബാക്കിൽ നിന്ന് കളി തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് പ്രസ്സിങ് ഗെയിം ഇവർ ചെയ്യുന്നുണ്ട്. ഒരു 5-8 സെക്കൻഡ്സിനുള്ളിൽ കറക്റ്റായിട്ട് നേരെ പ്ലെയേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ഡിഫൻഡർ അവിടെ നിന്ന് സൈഡിൽ നിന്ന് എന്താ പറയുക റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുന്നു. പിന്നെ അവർ അടിച്ച് ലോങ് ബോൾ കളയുക ചെയ്തത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്പാനിഷ് ഡിഫൻഡേഴ്സ്, നല്ല ഹൈറ്റുള്ള സ്പാനിഷ് ഡിഫൻഡേഴ്സ് ഒക്കെ അത് ഹെഡ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ വരുത്തിയിട്ട് വീണ്ടും തിരിച്ച് അറ്റാക്ക് അർജന്റീനയ്ക്കെതിരെ കൊണ്ടുപോകും. സോ അർജന്റീന ചെയ്തിരുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ബോൾ അടിച്ച് ലോങ് ബോൾ കളയുക, അവിടെ ഫ്രണ്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെയിൻ വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രോപ്പർ അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അവർ വരുത്തിയത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അർജന്റീന വരുത്തിയെന്ന് പറഞ്ഞാൽ ദേ വേർ എന്താ പറയുക, നമ്മുടെ ജൂലിയൻ അൽവറസ് പോയിട്ട് പോലും ഡിഫൻസ് പ്ലേയേഴ്സാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ജയിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്ത രീതിയിലാണ്. വൈ ആർ ദേ ബ്രിങ്ങിങ് ഇൻ ഡിഫൻസീവ് പ്ലേയേഴ്സ്? കളി ജയിക്കണ്ടേ, ഗോൾ അടിക്കണ്ടേ? ലോട്ടാറോ മാർട്ടിനസ് ഒക്കെ പുറത്തിരിക്കുന്നു. സോ ഐ മീൻ ലൈക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണ്ട. സ്കലോണിയും പിള്ളേരും ഒക്കെ ഈ കളി കഴിഞ്ഞിട്ട് ഇവരുടെ കരച്ചിലുണ്ട്. എനിക്കതാ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നൊരു കാര്യം. നിങ്ങൾ കളിച്ചിട്ട് ആ ഒരു എഫേർട്ട് കൊടുത്തിട്ട് പൊരുതി തോറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ കരയുന്നതിൽ അർത്ഥമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ടും കൊടുത്തില്ല. കണ്ട കാണികൾ, അർജന്റീനയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വളരെയധികം നിരാശയായിട്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പോയി കരയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് നാണത്തിന്റെ ലേശം ഒരു ഉളുപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കരയത്തില്ല. അവിടെ നിന്ന് കളം വിട്ട് അപ്പോഴേ പോയേനെ. ഇതെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാതെ അവിടെ പോയി നിന്ന് കരയുക ചെയ്തു. വൈ? എന്തിനാണ് ഈ പ്രഹസനം? എന്തിനാ ഈ നാടകം? ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ എഫേർട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ എഫേർട്ട് കൊടുക്കാതെ പിന്നെ പോയിട്ട് ഈ മോങ്ങിയിട്ടുള്ള കാര്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഫസ്റ്റ് മുതലൊക്കെ ഉള്ള കളിയിൽ ഇവർ പലപ്പോഴും പുറകിൽ വന്ന് ലക്കിൻ്റെ ഇതിലൊക്കെ പിന്നെ എഫേർട്ട് ആ സമയത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പോലും അങ്ങനെയാണ് അവർ വന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കണ്ടതാണ്. അപ്പം അവിടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യമല്ല, ഇംഗ്ലണ്ടിന്റെ പിഴവ് കൊണ്ട് രക്ഷപ്പെട്ടു. ഇംഗ്ലണ്ട് അത്രയും വരെ ഫ്രണ്ട് ഫൂട്ടിൽ നിന്ന് ഇംഗ്ലണ്ട് പിന്നെ അതിനുശേഷം ഡിഫൻസിലേക്ക് പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. സോ പിന്നെ ഫൈനലിൽ സ്പെയിനെ പോലെ ഉള്ളൊരു മാസ്റ്റർ ക്ലാസ് ടീമിന്റെ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാ ടാക്ടിക്കൽ ഇതും എക്സ്പോസ്ഡ് ആയി. ഇവർക്ക് ഒന്നുമില്ല കളിക്കാനായിട്ട്. ചുമ്മാ മെസ്സി ഉണ്ട്, മെസ്സിക്ക് കൊടുക്കുക, മെസ്സി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ്. ഇവിടെ മെസ്സിക്ക് അതുപോലും ഇല്ല. മെസ്സിക്ക് പ്രോപ്പറായിട്ടുള്ള അസിസ്റ്റോ അല്ലെങ്കിൽ ബോൾ കൊടുക്കുന്നില്ല, അത് കിട്ടുന്നില്ല. കാരണം അവിടം വരെ എത്തുന്നില്ല, കളി അവിടം വരെ എത്തണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും മോശപ്പെട്ടുള്ള ഒരു കാര്യം. സോ എനിവേസ് ഈ ഒരു അർജന്റീനൻ ടീമിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ആൻഡ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ യങ് ബ്ലഡ്
കുറേ അവർ അർജന്റീൻ ടീമിലുണ്ട്. ഇപ്പം നിക്കോ പാസ് ആയാലും ബാർക്കോ, ഇതേപോലത്തെ ഉള്ള നല്ല പ്ലെയേഴ്സ് ഹൂ ഹാഡ് ബെറ്റർ സീസൺ, നല്ല സീസൺ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് ഒത്തിരി പേരുണ്ട്. യങ് ബ്ലഡ്, അത്യാവശ്യം ഓടി നിൽക്കാനായിട്ട് പറ്റുന്ന പ്ലെയേഴ്സ്. അവരെ ഒന്നും കളത്തിലിറക്കാതെ ഈ കുറേ പ്രായം ചെന്ന ഇവന്മാരെയൊക്കെയാണ് ടീമിലേക്ക് സ്കലോണി പരീക്ഷിച്ചത്. എക്സ്പീരിയൻസ് കൊണ്ട് ജയിക്കാമെന്നുള്ളൊരു പരീക്ഷണം. അത് കുറേ നാളിങ്ങനെ തട്ടിമുട്ടി ഒരു ലെവൽ വരെ എത്തി. പക്ഷേ ഏറ്റവും അവസാനം ആ കുമ്പള പൊട്ടിത്തെറിച്ചു എന്ന് വേണം പറയാനായിട്ട്. സോ യങ് പ്ലെയേഴ്സിനെ ഇറക്കിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഓടിക്കളിച്ചേനെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആർക്കും ഓടാൻ താല്പര്യമില്ല. ഈ എൻസോ ഫെർണാണ്ടസും ഇങ്ങനത്തേക്കുള്ള പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ഫൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കളിക്കുകയാണ്. അല്ലാതെ ആർക്കും ഒരു പ്രോപ്പറായിട്ട് ഒരു കളി, ഒരു ബോൾ അവരുടെ കയ്യിരിക്കുമ്പോൾ ഓടുക, അവരെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, ചാൻസസ് കിട്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ബോൾ അവറേജ് കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞങ്ങൾക്ക് ഇതിനുള്ള താല്പര്യമൊന്നും ഇല്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അർജന്റീന കളിച്ചുള്ളത്. അപ്പം അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ എന്തായാലും ഇവിടെ കിട്ടി. അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള തോൽവി. അടുത്ത ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള പ്ലെയേഴ്സ് വരണം. ആൻഡ് സ്കലോണി എന്തായാലും ടീമിൽ നിന്ന് ഒഴിയുന്നു എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് ഒരു മാനേജർ വരും. സോ അറ്റ്ലീസ്റ്റ് എ മാനേജർ ഹു കംസ് ആൻഡ് ഈ ഒരു ടീമിനെ മോൾഡ് ചെയ്ത്, കുറേ യങ് നല്ല കളിക്കുന്ന പിള്ളേരുണ്ട്, അവരെയൊക്കെ ഒരു മോൾഡ് ചെയ്ത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഗെയിം കളിക്കുന്ന, ഒരു ടാക്ടിക്കൽ ഗെയിം കളിക്കുന്ന ഒരു ഇത് ടീമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത കോച്ച് ചെയ്യേണ്ടത്. നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓക്കെ ഫൈനലിൽ എത്തി, ഇപ്പം നമുക്ക് ഈ ഗെയിം ഒരു 50-50 ഗെയിം ആവുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് വി കുഡ് വിൻ. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഫൈനൽ ഈ ഒരു സെക്കൻഡ് ഹാഫ് എക്സ്ട്രാ ടൈമിൽ വരെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് പറ്റാത്തൊരു ടീം എന്ന് പറഞ്ഞാൽ ദേ ആർ എന്താ പറയുക, ദ മോസ്റ്റ് അൺഡിസേർവിങ്, ഫൈനലിസ്റ്റ് ആകാൻ പോലും ഡിസേർവിങ് അല്ലാത്തൊരു ടീമാണ് അർജന്റീന. ഇത്രയധികം ഫാൻസ് അവർക്ക് വേൾഡ് വൈഡ് സപ്പോർട്ട് കൊടുക്കുന്ന ഈ ഫാൻസിനോടൊക്കെ ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റ് എങ്കിലും കാണിക്കേണ്ടതല്ലേ. ഇതെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. ലൈക്ക് എൻ്റെ ഒരു ടീം കളി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷുഡ് ബി ഫെയർ. നമ്മൾ കളിക്കുന്നതിൽ ഒരു സത്യം വേണം. നമ്മളല്ലാതെ ഈ നെഗറ്റീവ് കളിച്ച് ചവിട്ടി വീഴ്ത്തുക, ഇടിച്ചിടുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ അതിനുശേഷം തിരിച്ചത് കിട്ടുമ്പോൾ കിടന്ന് മോങ്ങുക, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തില്ല എന്ന് പറയുക, ഇതെന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് എനിക്കൊട്ടും അത് എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് നോട്ട് മൈ കൈൻഡ് ഓഫ് ഫുട്ബോൾ. ഒരു പോസിറ്റീവ് ഫുട്ബോൾ കളിക്കുക, ഒരു എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കുക. ഇങ്ങനെ കളിച്ച് വരുമ്പോൾ അതിനകത്തുള്ള വിജയങ്ങളും തോൽവികൾക്കും ഒരു ക്ലാസ് ഉണ്ടാവും, ഒരു ഡിഗ്നിറ്റി ഉണ്ടാവും. വേൾഡ് കപ്പ് എന്തായാലും അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഇത്രയും നാള് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് കിട്ടി. ആൻഡ് എക്സെപ്റ്റ് ദ ഫൈനൽ, പിന്നെ വേൾഡ് യുണൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒത്തിരിയധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം, ഈ വാറിൻ്റെ ഒക്കെ ടൈമൊക്കെ ആയിരുന്നപ്പോഴും ഈ ഒരു ഫുട്ബോൾ ഇത് ഒത്തിരിയധികം ആൾക്കാരെ യുണൈറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമായിട്ട് മാറി. സോ എനിവേസ് ഇനി അടുത്ത 4 വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഒരു ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. സ്പെയിൻ ഡിസേർവിംഗ് ചാമ്പ്യൻസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടീം സ്പെയിൻ ഫോർ ദിസ് അമേസിംഗ് വേൾഡ് കപ്പ് ആൻഡ് സെക്കൻഡ് World Cup in their history. Thank you so much for watching. Keep supporting. Take care. Bye.